വ്യത്യസ്തമായ കൃഷിയിലൂടെ ശ്രദ്ധേയനാവുകയാണ് കരിവെള്ളൂർ പലിയേരിക്കോവലിലെ കോട്ടൂർ വീട്ടിൽ തമ്പാൻ. റവന്യൂ വകുപ്പിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി വിരമിച്ച ഇദ്ദേഹം ഇപ്പോൾ ഒരു മുഴുവൻ സമയ കർഷകനാണ്. ആർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃക കൂടിയാവുകയാണ് തമ്പാൻ. വ്യത്യസ്തമായ കൃഷിയിലൂടെ ശ്രദ്ധേയനാവുകയാണ് കരിവെള്ളൂർ പലിയേരിക്കോവലിലെ കോട്ടൂർ വീട്ടിൽ തമ്പാൻ. റവന്യൂ വകുപ്പിൽ നിന്ന് സർവേയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വിരമിച്ച ഇദ്ദേഹം ഇപ്പോൾ ഒരു മുഴുവൻ സമയ കർഷകനാണ്. ആർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃക കൂടിയാവുകയാണ് തമ്പാൻ. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ഇദ്ദേഹം കൃഷിയിൽ സജീവമായത്. ഇപ്പോൾ ഒരിഞ്ച് സ്ഥലം പോലും വെറുതെ ഇട്ടിട്ടില്ല. തെങ്ങ്, കമുക്, പുളി എന്നിവയ്ക്ക് പുറമെ ഈ പറമ്പിൽ വിളയാത്ത പച്ചക്കറികളില്ല. വഴുതിന, പയർ, കപ്പ, കോവൽ, കാച്ചിൽ, ചേമ്പ്, ചേന ഇങ്ങനെ പോകുന്നു ഇവയുടെ നീണ്ട നിര. ഒരു കപ്പയിൽ നിന്ന് 10 കിലോ വരെ ലഭിക്കും. മഞ്ഞളാണ് മറ്റൊരു പ്രധാന വിള. ഇവയ്ക്കുള്ള വളപ്രയോഗം സ്വന്തമായി തന്നെ നിർമ്മിക്കും. അതിന്റെ കൂട്ട് കൃത്യമായി അറിയുകയും ചെയ്യാം. കൂടാതെ ഗൃഹവൈദ്യത്തിനായി തുളസി പോലുള്ളവയും പരിപാലിക്കുന്നുണ്ട്. സ്വന്തം ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്നത് വിൽക്കുകയാണ് പതിവ്. ഇതിൽ കൂടി നല്ലൊരു വരുമാനവും നേടാൻ ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഇത് കൃഷിയിലേക്ക് തിരിയാൻ കാരണം ഒന്നാമത് നമ്മളെ ഗവൺമെൻറ് ഒരു തീരുമാനം വന്നിരുന്നു. ഇങ്ങനെ നമ്മൾ പരമാവധി നമുക്ക് കോവിഡ് സമയത്തും എല്ലാ സമയത്തും ഭയങ്കര കൃഷിക്ക് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർക്കാരിൻ്റെ പല പരിപാടികളും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് പച്ചക്കറി അല്ലെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കാം എന്ന ഒരു ചിന്താഗതിയാണ്. അവിടെ നിന്ന് നമുക്ക് കൂടുതൽ ഇതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ കുറച്ച് മുമ്പ് കുറച്ച് അഗ്രികൾച്ചർ എൻ്റെ പഠിച്ചിരുന്നുണ്ട്. അതിനെക്കുറിച്ച് കുറച്ചൊരു ധാരണയുള്ളത് കൊണ്ടാണ് കൃഷിയിലേക്ക് ഉണ്ടാകുന്നത്. കാർഷിക സംസ്കാരം പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് തമ്പാൻ പറയുന്നു. വിശ്രമ ജീവിതം ആനന്ദകരമാക്കി മാറ്റാൻ കൃഷിയേക്കാൾ നല്ല മാർഗം വേറെയില്ലെന്ന് തെളിയിക്കുകയാണ് ഈ മുൻ സർക്കാർ ഉദ്യോഗസ്ഥൻ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.